മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തിരുസഭ ഇന്ന് ഉണ്ണീശോയുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. അരികിലേക്ക് വിളിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്നാണ് ഉണ്ണീശോ നമ്മെ പഠിപ്പിക്കുന്നത്. ഭയപ്പെടുത്തുന്നവനല്ല, മാറ്റി നിർത്തുന്നവനല്ല, ഒറ്റപ്പെടുത്തുന്നവനല്ല, അരികിലേക്ക് വിളിച്ച് കൂടെ നിർത്തുന്നവനും കൂടെ നിൽക്കുന്നവനുമാണ് ഉണ്ണീശോ. അവിടുന്ന് എല്ലാവർക്കും സമീപസ്ഥനാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഉണ്ണീശോയുടെ തിരുനാൾ കൊണ്ടാടുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നാം സ്വീകരിക്കേണ്ട ചിന്ത ഇതാണ്: ദൈവം എല്ലാവർക്കും സമീപസ്ഥനാണ്. അവിടുന്ന് ആരെയും ഭയപ്പെടുത്തുന്നില്ല, മാറ്റി നിർത്തുന്നില്ല. എല്ലാവരെയും സ്നേഹിക്കുകയും കൂടെ നിർത്തുകയും അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകളിലും കഷ്ടപ്പാടുകളിലും ഒറ്റപ്പെടലുകളിലും അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടായാലും ബലഹീനതകളുണ്ടായാലും വീഴ്ചകളുണ്ടായാലും അവിടുന്ന് നമ്മെ മാറ്റി നിർത്തുന്നില്ല, ഭയപ്പെടുത്തുന്നില്ല, ശിക്ഷിക്കുന്നില്ല, ചേർത്ത് നിർത്തുന്നു. ഒപ്പം അവിടുന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നു. ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. മത്സരങ്ങളുടെ ഒരു ലോകമാണ് ഈ ലോകം. മുന്നിൽ പോകണം, തോൽക്കരുത്, ശക്തനായിരിക്കണം. ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ ചിന്ത. കുഞ്ഞുങ്ങളെ പോലും നമ്മളൊക്കെ പഠിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വീകരിക്കുന്ന ചിന്തയും ഇതാണ്: ആരുടെയും പിന്നിൽ പോകാനായിട്ട് ഇടയാവരുത്, ആർക്കും കീഴെ നിൽക്കാതെ എല്ലാവരെയും ശക്തനായിരിക്കണം, ആരോടും തോൽക്കാനായിട്ട് ഇടയാവരുത്, മുന്നിൽ പോകണം, ശക്തനായിരിക്കണം, തോൽക്കരുത്. ഈ കാലഘട്ടത്തിൻ്റെ ചിന്ത ഇതാണെങ്കിൽ ഉണ്ണീശോ നമ്മെ പഠിപ്പിക്കുന്നത് തോൽവിയുടെയും അശക്തിയുടെയും പിന്നിലാകുന്നതിൻ്റെയും അനുഭവമാണ്. ബലഹീനനായിട്ടാണ് ഈശോ ഈ ലോകത്തിൽ വന്നു പിറന്നത്. ബലഹീനനായവരിലൂടെയാണ് ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈശോയെ പിതാവായ ദൈവം ഒരമ്മയുടെ ഉദരത്തിൽ നിക്ഷേപിക്കുകയാണ്. ഉദരത്തിലെ 10 മാസം, അതിനുശേഷം ഈ ലോകത്തിൽ ജന്മമെടുത്തു കഴിയുമ്പോൾ അമ്മയുടെ കരം പിടിച്ചുകൊണ്ടുള്ള ജീവിതം. ആശ്രയിക്കുന്ന ഒരു ദൈവത്തെ നമ്മളിവിടെ കാണുകയാണ്. ബലഹീനതയിലൂടെ പ്രവർത്തിക്കുന്ന ദൈവം. നിൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകളിലൂടെ, നിൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു എന്ന് നീ തിരിച്ചറിയണം. നീ തോൽക്കാനായിട്ടോ പരാജയപ്പെടാനായിട്ടോ പിന്നിൽ പോകാനായിട്ടോ അശക്തനാകാനായിട്ടോ ഭയപ്പെടേണ്ട. നീ തോറ്റിരിക്കുന്നവനാണോ, അശക്തനാണോ, പിന്നിൽ പോയവനാണോ, നീ നിരാശപ്പെടേണ്ട കാര്യമില്ല. നിൻ്റെ ബലഹീനതകളിലൂടെ ദൈവം പ്രവർത്തിച്ച് ദൈവം നിൻ്റെ ജീവിതത്തെ ഉയർത്തും. അതുപോലെ തന്നെ ഉണ്ണീശോ നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു ചിന്ത എന്തുമാത്രം ശക്തനായിരിക്കുന്നു എന്നതിലല്ല, എത്രമാത്രം സ്നേഹിക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നു എന്നതിലാണ് നിൻ്റെ ബലമിരിക്കുന്നത് എന്ന്. ദൈവം നിന്നെ നോക്കുന്നത് നിൻ്റെ കായിക ബലത്തെയോ നിൻ്റെ കഴിവിനെയോ അല്ല, ഉപരി എത്രമാത്രം നിനക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ട്, ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ട്, മനുഷ്യനെ എത്രമാത്രം സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ദൈവം നോക്കുന്നത് എന്ന് നീ മറന്നുപോയേക്കരുത്. അതുപോലെ തന്നെ ബന്ധങ്ങളുടെ ആഴം ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്നും ഉണ്ണീശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് അരികിലായിരിക്കുമ്പോഴും ഹൃദയബന്ധങ്ങളുടെ കുറവ് കുടുംബങ്ങളിലും സമൂഹങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അകൽച്ചയിലാണ് മനുഷ്യൻ. ആധുനികതയുടെ അതിപ്രസരത്തിലൂടെ മനുഷ്യൻ ഇന്ന് കടന്നു പോകുമ്പോൾ സോഷ്യൽ മീഡിയയും മറ്റ് ഉപകരണങ്ങളുമൊക്കെ മനുഷ്യഹൃദയത്തെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയങ്ങളുടെ അകൽച്ച ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഹൃദയബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഉണ്ണീശോ നമ്മെ പഠിപ്പിക്കുന്നു. ഉണ്ണീശോയെ എടുക്കാൻ, മടിയിൽ വയ്ക്കാൻ, ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ സാധിക്കും. ഇതുപോലെ മറ്റുള്ളവരോട് ഹൃദയവുമായിട്ട് ഒരു ബന്ധം നിനക്കുണ്ടാകണമെന്ന് ഈശോ പഠിപ്പിക്കുക. നിൻ്റെ ജീവിത പങ്കാളിയുടെ അരികിൽ നീ ആയിരിക്കുമ്പോഴും
നിങ്ങളുടെ മക്കളുടെ അരികിൽ നീ ആയിരിക്കുമ്പോഴും, നിൻ്റെ കുടുംബത്തിൽ നീ ആയിരിക്കുമ്പോഴും, നിൻ്റെ സമൂഹത്തിൽ നീ ആയിരിക്കുമ്പോഴും നീ നിൻ്റെ കൂടെയുള്ളവരുമായിട്ടുള്ള ബന്ധം എപ്രകാരമെന്ന് പരിശോധിച്ച് നോക്കുക. ഉണ്ണീശോയുടെ തിരുനാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ തിരിച്ചറിയുക, ദൈവം കൂടെയുള്ളവനും കൂടെ നിർത്തുന്നവനുമാണ്. അതുപോലെ തന്നെ ദൈവം ഒരിക്കലും നമ്മുടെ ശക്തിയെ നോക്കുകയല്ല നമ്മെ അളക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൻ്റെ സ്നേഹമാണ് അവിടുന്ന് നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പരാജയങ്ങളെയും വിജയത്തിലെത്തിക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കുമെന്നും ഉണ്ണീശോ നമ്മെ പഠിപ്പിക്കുന്നു. ഹൃദയബന്ധങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കാനായിട്ട് ഉണ്ണീശോ നമ്മോട് പറയുന്നു. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈശോയെ നോക്കി നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഇന്നത്തെ അധ്വാനങ്ങളെയും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്കും അധ്വാനങ്ങളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും പൈശാചിക ശക്തിയുടെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ. തിന്മ ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. പരാജയങ്ങൾ വിട്ടുമാറട്ടെ. ദുഷ്ടത വിട്ടുമാറട്ടെ. ഈശോയെ ഇവരെയും ഇവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ ദിവസം അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.